നമസ്കാരം. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം 9-ാം ദിവസം പിന്നിടുകയാണ്. ഇവിടെ യുദ്ധത്തിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാൻ്റെ പരമാധികാരത്തെ മറികടന്നുകൊണ്ട് അവരുടെ രാജ്യത്ത് ബോംബാക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയത്. അതുതന്നെ ഒറ്റ ദിവസം കൊണ്ട് സൈനിക മേധാവികളെ വധിക്കുകയും ശാസ്ത്രജ്ഞന്മാരെ വധിക്കുകയും ചെയ്തു. മാത്രമല്ല അവരുടെ ആണവായുധങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് യാതൊരു തരത്തിലും ആക്രമണം പാടില്ല എന്ന് നിയമമുണ്ടായിരിക്കെ, എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള നിയമം ഉണ്ടായിരിക്കെ UN പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലടക്കം ബോംബിട്ടത്. തിരിച്ച് ഇറാൻ തുടക്കത്തിൽ വളരെ പതിഞ്ഞിട്ടാണ് ആക്രമണം നടത്തിയത്. ആദ്യത്തെ 2 ദിവസം ശക്തമായ ആക്രമണം നടത്തിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവരുടെ ശക്തി കുറഞ്ഞു. പിന്നീട് അവർ ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. 2 ദിവസമായി ഇസ്രയേലിന് മേൽ ശക്തമായ ബോംബാക്രമണം, അതായത് ക്ലസ്റ്റർ ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നത്. അത് ശരിക്കും ഇസ്രയേൽ ഞെട്ടിവിറച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് പല പ്രമുഖരായ യുദ്ധ നിരീക്ഷകരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ ഏഷ്യാനെറ്റിൽ വിനു വിജോന്റെ ചർച്ചയിൽ കൃത്യമായി വളരെ ശക്തമായി മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളുടെ MK ഭദ്രകുമാർ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്രയേൽ തകരും. അതോടൊപ്പം ഇസ്രയേൽ അവസാന ഘട്ടത്തിൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. അവരുടെ കൈവശം ന്യൂക്ലിയർ ബോംബുണ്ട്, ആണവ ആയുധങ്ങളുണ്ട്, അത് പ്രയോഗിക്കും. അവസാനം മരിക്കുന്നതിന് മുമ്പ്, അവർ തകർന്നതിന് മുമ്പ് എല്ലാം തകർത്തെറിഞ്ഞിട്ടേ അവർ പോവുകയുള്ളൂ. അതാണ് അവരുടെ ജന്മം. അതോടൊപ്പം തന്നെ ഖൊമേനി അവർ വധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വേറിട്ട ശബ്ദമായിരുന്നു. അദ്ദേഹം കൃത്യമായി പഠിച്ചുകൊണ്ട് ഇസ്രയേൽ ഒന്നുമല്ല, ഇപ്പം ഹമാസിനെതിരെ ഗാസയിൽ അവർ നിരപരാധികളായ ആളുകളുടെ മേൽ, ആയിരക്കണക്കിന് കുട്ടികളുടെ മേലും സ്ത്രീകളുടെ മേലും നിരപരാധികളായ ആളുകളുടെ മേലും ബോംബിട്ട് മിസൈലുകൾ അയച്ചും നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും തിരിച്ച് ആക്രമിക്കാൻ കഴിവില്ലാത്ത, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അവരുടെ ക്യാമ്പിൽ ബോംബിട്ട് തകർത്ത് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തുടർച്ചയായി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇസ്രയേൽ കടന്നു കയറി അവിടെ ആളുകളെ കൊന്നൊന്നും ശരിയായ നടപടിയെ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പ്രത്യേക തിരിച്ചടിയായിട്ടാണ് ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ലിമിറ്റും കഴിഞ്ഞ് അവിടെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ആരാധനാലയങ്ങൾ എല്ലാം തകർത്തെറിഞ്ഞ ഇസ്രയേലിൻ്റെ നടപടി ഏത് കുറ്റകൃത്യത്തെക്കാളും ഭീകരമാണ്. ലോകത്തിലെ ഏറ്റവും ഭീകരമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം നമുക്ക് പറയാൻ പറ്റും ഇസ്രയേലാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ യുദ്ധമുണ്ടാവേണ്ട യാതൊരു ആവശ്യമില്ല. ഇറാനിലേക്ക് കടന്നു കയറി ഇസ്രയേൽ ചെയ്ത ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് കിടക്കും. ഇപ്പോൾ ചൈനയും റഷ്യയും ഇറാന്റെ കൂടെ കൂടിയോടുകൂടി ഇത് ചെറിയ യുദ്ധമല്ല. അതോടൊപ്പം വടക്കൻ കൊറിയ ഇന്ന് കൃത്യമായി യുദ്ധത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇത് യുദ്ധം വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്ക ഇതുവരെ ട്രംപ് വിചാരിച്ചതൊക്കെ നിഷ്പ്രയാസം നമുക്ക് നടത്തിക്കളയാമെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഭദ്രകുമാർ ഏഷ്യാനെറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്, വേറിട്ട ശബ്ദമാണ്. അത് നമുക്ക് 2 ഭാഗങ്ങളായി കേൾക്കാം. 1-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. എന്താണ് ഇസ്രായേലിൻ്റെ കമ്പൽഷൻസ്? അത് നമ്മൾ പരിശോധിച്ചിട്ടില്ല. വാഷിങ്ടൺ പോസ്റ്റ് 3 ദിവസം മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇസ്രായേലിൻ്റെ ആമ്യൂണിഷൻ, ഇൻ്റർസെപ്റ്റേഴ്സ് തൊട്ട് മിസൈൽസ് വരെയുള്ള എല്ലാ തരത്തിലുള്ള ആമ്യൂണിഷൻ എടുക്കുകയാണെങ്കിൽ ഇനി ഉള്ള സ്റ്റോക്ക് ഒരു 12 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് മറ്റു പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. വെസ്റ്റേൺ എക്സ്പേർട്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രംപ് ഇതിലോട്ട് കടക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ചും വളരെ ഏതാണ്ട് വലിയ തോതിലൊരു വ്യക്തതയുണ്ട്. അതായത് ഈ ഫുദ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്രദേശമാണ്. അതിന് വളരെ താഴെ അടിയിലായിട്ട് ഏതാണ്ട് 1/2 കിലോമീറ്റർ പാറയുടെ അടിയിലായിട്ട് ആണ് ഈ കേന്ദ്രം ഉള്ളത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നടക്കുന്നത്, ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഷസും മറ്റും. അപ്പോൾ അവിടെ അമേരിക്ക ഒരു ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രം കണ്ണിൽ വെച്ചുകൊണ്ടാണ് ബോംബ് ഉണ്ടാക്കിയത്. 30,000 പൗണ്ട്, 30,000 കിലോ വെയിറ്റുള്ള ഒരു ബോംബാണ്.
അത് പൊക്കിക്കൊണ്ട് പോകുന്നതിന് ഒരേ ഒരു വിമാനത്തിന് മാത്രമേ ശേഷിയുള്ളൂ. അത് ഈ B-2 വിമാനമാണ്. അതും അമേരിക്ക തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ചെന്നിട്ട് ഇത് താഴോട്ട് ഈ ബോംബിനെ ഇടുക. അപ്പോൾ ഈ ബോംബിൻ്റെ സവിശേഷത അത് മുഴുവൻ ഇതിൻ്റെ വെയിറ്റ് മുഴുവനും പ്രധാനപ്പെട്ടതുള്ളത് സ്റ്റീൽ കേസിംഗ് ആണ്. ആ സ്റ്റീൽ കേസിംഗ് കൊണ്ട് ഡ്രില്ല് ചെയ്യുന്ന മാതിരി ഈ പാറയിൽ കൂടെ ഡ്രില്ല് ചെയ്ത് അങ്ങ് അകത്ത് ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇത് എക്സ്പ്ലോഡ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഒരു വലിയൊരു പ്രശ്നമുള്ളത് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെപ്പണല്ല. MIT മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇതിൻ്റെ വളരെ പ്രശസ്തരായിട്ടുള്ള ചില എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ എല്ലാം യുണാനിമസ് ഒപ്പീനിയൻ ഇത് വളരെ റിസ്കിയാണ് എന്ന് വെച്ചിരുന്നാൽ ഇത് പറയുന്ന രീതിയിൽ അങ്ങനെ ഇതിനെ പാറയെ തുരന്ന് താഴെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. IAEAയുടെ ഡയറക്ടർ ജനറൽ ഗ്രോസിയും പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ കാര്യം അപ്പോൾ എന്താണ്, അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെപ്പൺ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് ഡിബേറ്റബിളാണ്. അതാണ് ട്രംപിൻ്റെ ട്രംപ് കാർഡ്. അപ്പോൾ ഈ ആയുധം ഒന്നാമത് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, രണ്ടാമത് ഇറാൻ്റെ പക്ഷത്ത് ഉള്ള എന്താണ് ഇതിനെ മൊബിലൈസ് ചെയ്ത് ഇറാൻ തീർച്ചയായിട്ടും ഇറാൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയെ മാത്രമേ ഇതുവരെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അത് വളരെ കരുതിക്കൂട്ടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ തന്നെ പറയുന്നത് 20% ഉള്ള കേപ്പബിലിറ്റി മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് സർപ്രൈസസ് കൊണ്ടുവരാം ഇതിൽ. റഷ്യ എന്താണ് അവർക്ക് കൈമാറിയിട്ടുള്ള മിലിറ്ററി ടെക്നോളജി എന്നുള്ളത് ഇറ്റ് ഈസ് എ നോൺ അൺനോൺ. മാറിയിട്ടുണ്ടെന്നുള്ളത് അറിയാം, പക്ഷേ എന്താണ് മാറിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ഇവരുടെ ഹൈപ്പർസോണിക് മിസൈൽ എടുക്കുകയാണെങ്കിൽ ഇറാൻ്റേത് 18,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകാവുന്ന ഹൈപ്പർസോണിക് മിസൈൽസ് എടുക്കുകയാണെങ്കിൽ അത് ലോകത്തിൽ 4 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഉള്ളത്. ഇറാന് പുറമെ റഷ്യ, ചൈന, വടക്കൻ കൊറിയ, ഈ 4 രാജ്യങ്ങൾക്കാണ്. അതിൻ്റെ ഒരു കോമൺ ത്രെഡ് എന്താണ്, റഷ്യൻ ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട്. റഷ്യയും ചൈനയുടെയും ഇതിലെ റോള് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ വന്നിട്ടുണ്ട് ഈ ഫോൺ സംസാരത്തെക്കുറിച്ച്. പുടിനും ഷീ ജിൻപിങ്ങും മെനയാന്ന് നടത്തിയ സംസാരത്തിനെക്കുറിച്ച് 1 മണിക്കൂർ നേരം അവർ സംസാരിച്ചു. ഷീ ജിൻപിങ് റഷ്യൻ സംസാരിക്കുന്നയാളാണ്. ഇൻ്റർപ്രറ്റേഴ്സ് ഇല്ലാതെ ഹൈലി കോൺഫിഡൻഷ്യലായിട്ടുള്ള കോൺവെർസേഷൻസാണ് നടന്നിട്ടുള്ളതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അവരുടെ നാരേറ്റീവ് വായിക്കുകയാണെങ്കിൽ ചൈന ഒരു പ്രകാരത്തിലും ഇറാൻ്റെ കൊളാപ്സിനെ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനിതറിയാം ഈ വെപ്പൺ യൂസ്ഫുൾ ആണോ, ഈ വെപ്പൺ ഇഫക്റ്റീവ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇറാൻ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. അവിടെ ട്രൂപ്സ് ഇറക്കി ഈ ഇറാഖിൽ ചെയ്തതുപോലെയുള്ള ഒരു ഓക്യുപ്പേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഇൻകൺസീവബിൾ. എന്ന് വെച്ചാൽ ഒരു 2-3 മില്യൺ ആളുകൾ അവിടെ ഇറക്കിയാലേ ആ കൺട്രിയെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അത്ര വലിയൊരു രാജ്യമാണ്, മലപ്രദേശങ്ങളും ഹൈലി കോംപ്ലിക്കേറ്റഡ് ടെറൈൻ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല ട്രംപിന്. പിന്നെ എന്ത് ചെയ്യും? അതേസമയം മറ്റിടത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 12 ദിവസം കൂടെ കഴിയുമ്പോൾ അമ്യൂണിഷൻ ഇല്ലാതാകാൻ പോവുകയാണ്. ഈ ഇസ്രയേലിൻ്റെ ഒരു വലിയ പ്രത്യേകത അവരുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഗർ, ബ്രാഗിങ് അവരുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണ്. അവർ ഡിപ്ലോമസിയിൽ അറബ് രാജ്യങ്ങൾക്കെതിരായിട്ട് ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അവരെ ടെററൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ. അപ്പോൾ ഇപ്പോൾ നടന്നത് ഈ 5-6 ദിവസത്തിൽ തന്നെ കണ്ടത് ടെലവീവിൽ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ ഈ ഫത്താഹ് മിസൈൽ ചെന്നതിന് ശേഷം അത് മാത്രമല്ല അയൺ ഡോമിൻ്റെ ഇഫക്റ്റീവ്നെസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. അവർക്ക് ഇൻ്റർസെപ്റ്റേഴ്സും ദേ ആർ റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻ്റർസെപ്റ്റേഴ്സ് കൊണ്ടും ഇതിനെ തടയാൻ പറ്റുന്നില്ല. ഈ ഹത്താഫ് മിസൈൽസ് വരുന്ന ഇറാൻ ഫയർ ചെയ്യുന്നത് ഇറാൻ്റെ കയ്യിൽ ഇനിയും വളരെ വലിയ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് പോകുന്നത്? നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമുണ്ട്. അതായത് ഈ ആട്രിഷണൽ വാർ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു 2-3 ആഴ്ച കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം അവശേഷിക്കുകയില്ല. ഇതാണ് ഒരു നഗ്ന യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ
നെതന്യാഹു എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നെയുള്ള ഒരേ ഒരു കളിയേ ഉള്ളൂ, ന്യൂക്ലിയർ ബോംബ്. ട്രംപിന് ഇതറിയില്ലേ? അമേരിക്കയല്ലേ അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സഹായിച്ചത്, അമേരിക്കയും ഫ്രാൻസും സഹായിച്ചത്. അമേരിക്കയ്ക്ക് നല്ലവണ്ണം അറിയാം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീൻ്റെ സ്കെയിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ചർച്ചയിലൊന്നും പുറത്തു വരാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ കാതലായിട്ടുള്ള കാര്യം. റഷ്യയും ചൈനയും വളരെ ഡിസ്ക്രീറ്റായിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്നത്. അവർക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, ഇത് എവിടെ വരെ ചെല്ലാമെന്നുള്ളത്. ഇസ്രയേൽ തകരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവർ അത് യൂസ് ചെയ്യും, അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി. അവർക്ക് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ജൂതന്മാരുടെ ഒരു നാട് ഇല്ലാതാകുകയാണ് ലോകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ആലോചിച്ച് നോക്കൂ എവിടെ വരെ നമ്മൾ എത്തുമെന്നുള്ളത്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല, അതാരും ചർച്ച ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇപ്പോഴും ഡിനയൽ മോഡിലാണ്. ഇത്തരം ഒരു കേപ്പബിലിറ്റി ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേൽ ഒരിക്കലും അക്നോളജ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ അവർ വധിച്ചു കളയും. അപ്പോൾ അത് വരുന്ന സമയത്ത് താങ്കളുടെ ചോദ്യത്തിലോട്ട് കടന്നു നോക്കുക. ഈ ഖമനയെ വധിക്കുന്ന ചോദ്യം താങ്കൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ വധം നടത്തുന്നത് ഇത് ഇസ്രയേലിൻ്റെ ഒരു ശൈലിയാണ്. കൊലപാതകത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെർട്ടീസും ഒരു ഡിപ്ലോമാറ്റിക് ടൂളും ജിയോ പൊളിറ്റിക്കൽ ടൂളുമായിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ തള്ളി പറയുന്നില്ല. ട്രംപിൻ്റെ അറിവോ ട്രംപിൻ്റെ അഭിപ്രായമോ ചോദിക്കാതെ നെതന്യാഹു ഇത് ചെയ്യും. അതിനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. അതൊരു സൂയിസൈഡൽ മൂവ് ആണെങ്കിൽ തന്നെയും അവരത് ചെയ്യും. അത് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കിട്ടിയില്ലെന്നെങ്കിൽ തന്നെയും അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാണ്.